സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ഒറ്റ കണ്ണിറുക്കലിലൂടെ ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ട താരമാണ് പ്രിയ വാര്യർ. ഒമർ ലുലു ചിത്രം അടുത്ത മാസം തിയേറ്ററുകളിൽ എത്താനിരിക്കുമ്പോൾ പ്രിയയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ശ്രീദേവി ബംഗ്ലാവിന്റെ ട്രെയിലർ വൈറലാവുകയാണ്. എന്നാൽ ചിത്രത്തിനെതിരെ ശ്രീദേവിയുടെ ഭർത്താവ് ബോണി കപൂർ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഉള്ളടക്കത്തിന് നടി ശ്രീദേവിയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് നോട്ടീസ്. ഒമർ ലുലു ചിത്രത്തിലെ ഗാനരംഗത്തിലെ ഒറ്റ കണ്ണിറുക്കലിലൂടെ ലോകമെങ്ങും ആരാധകർ ഉണ്ടായ താരമാണ് പ്രിയ വാര്യർ. പ്രശസ്ത താരങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് പ്രിയയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഫോളോവേഴ്സ് ഉണ്ടായത്. ഒരു അഡാർ ലവ് അടുത്ത വാലന്റൈൻസ് ഡേക്ക് തിയേറ്ററിൽ എത്താനിരിക്കുമ്പോൾ പ്രിയയുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമായ ശ്രീദേവി ബംഗ്ലാവിന്റെ ടീസർ ഏറെ വൈറലായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രിയ പ്രകാശ് വാര്യരുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം ശ്രീദേവി ബംഗ്ലാവിനെതിരെ വക്കീൽ നോട്ടീസ് എത്തിയിരിക്കുകയാണ്. ബോളിവുഡ് നടി ശ്രീദേവിയുടെ ഭർത്താവും സിനിമാ നിർമ്മാതാവുമായ ബോണി കപൂറാണ് ശ്രീദേവി ബംഗ്ലാവിന്റെ സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളി ഉൾപ്പെടെയുള്ള അണിയറക്കാർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഉള്ളടക്കത്തിന് നടി ശ്രീദേവിയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് നോട്ടീസ്. ബോണി കപൂറിൽ നിന്നും വക്കീൽ നോട്ടീസ് ലഭിച്ച വിവരം സംവിധായകൻ പ്രശാന്ത് മാമ്പുള്ളി സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ വാരമാണ് അത്തരത്തിൽ ഒരു നോട്ടീസ് ലഭിച്ചതെന്നും അതിന് ഞങ്ങൾ നേരിടുമെന്നും പ്രശാന്ത് പ്രതികരിച്ചു. ഒരു സസ്പെൻസ് ത്രില്ലറാണ് എൻ്റെ ചിത്രം. ശ്രീദേവി എന്നത് ഒരു സാധാരണ പേരല്ലേ എന്ന് ഞാൻ ബോണി കപൂറിനോട് ചോദിച്ചുവെന്നും തന്റെ ചിത്രത്തിലെ നായികയും ഒരു സൂപ്പർ നായികയാണെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു. ദേശീയ അവാർഡ് അടക്കം ലഭിച്ച ഒരു സൂപ്പർ നായികയാണ് താൻ ശ്രീദേവി ബംഗ്ലാവിൽ അവതരിപ്പിക്കുന്നതെന്ന് പ്രിയ വാര്യർ നേരത്തെ പറഞ്ഞിരുന്നു. ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ട്രെയിലറിൽ ഒരു കഥാപാത്രം ബാത്ടബിൽ മരിച്ചു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. ഈ രംഗവും ചിത്രത്തിന്റെ പേരുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ബോണി കപൂർ കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. ആദ്യമായി ബോളിവുഡിൽ അഭിനയിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റിലാണ് താനെന്നായിരുന്നു ട്രെയിലർ ലോഞ്ചിങ് വേദിയിൽ പ്രിയ വാര്യരുടെ പ്രതികരണം. എന്നാൽ അതിൻ്റെതായ പരിഭ്രമമുണ്ടെന്നും ടീസർ കാണാനും ഞങ്ങളെ പിന്തുണയ്ക്കാനുമാണ് എല്ലാവരോടും പറയാനുള്ളത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലേഡി സൂപ്പർ സ്റ്റാർ ആയ ഒരു കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ദേശീയ അവാർഡ് വിജയിയാണ് അവർ. സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള സിനിമയാണിത്. ശക്തമായ തിരക്കഥയാണ്. അതിനാലാണ് ഞാൻ ഈ സിനിമ തിരഞ്ഞെടുത്തത്. നടിയുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ വികസിക്കുന്നതെന്നും പ്രിയ പ്രതികരിച്ചിരുന്നു. വക്കീൽ നോട്ടീസ് എത്തിയതോടെ പ്രിയയുടെ ആദ്യ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രം പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.